അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട 6ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടിയാണ്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 6 തജ്വീദുൽ ഖുർആനിലെ 13ാമത്തെ പാഠത്തിൻ്റെ തദ്രീബാത്താണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 6 ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് വേണമെങ്കിൽ കൂട്ടുകാർ എൻ്റെ ചാനൽ പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ എളുപ്പത്തിൽ കിട്ടുന്നതാണ്. തദ്രീബാത്തെല്ലാം നോക്കുന്നതിന് മുമ്പ് ഈ പാഠത്തിൽ കൊടുത്തിരിക്കുന്ന കാര്യം നമുക്കൊന്ന് വായിച്ച് മനസ്സിലാക്കാം. അൽ വഹദത്തു സാലിസത്ത അഷ്ർ 13ാമത്തെ പാഠം ഖതബയ്യന റുഷ്ദ്. ഈ പാഠത്തിൽ ഇദ്ഗാമിനെ കുറിച്ചാണ് പഠിക്കുന്നത്. നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും ശേഷം നൗമി, അതായത് നൂന്, വാവ്, മീമ്, യാ എന്നീ അക്ഷരങ്ങൾ വന്നാൽ ഉണ്ടാവുന്ന ഇദ്ഗാമിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാകും. എന്നാൽ ഈ പാഠത്തിൽ ചില പ്രത്യേക അക്ഷരങ്ങൾ മറ്റ് അക്ഷരങ്ങളിലേക്ക് ചേർത്തി ഇദ്ഗാം ചെയ്യുന്നതിനെ കുറിച്ചാണ് പഠിക്കുന്നത്. നമുക്കിനി ഈ പാഠഭാഗത്തിലേക്ക് കടക്കാം. ആദ്യത്തെ പാരഗ്രാഫ് നോക്കൂ. വഖുർ റബ്ബി സിദ്നി ഇൽമാ ഫമാ റബിഹത് തിജാറത്തുഹും ഇല്ലലംതും പോലെയുള്ള പദങ്ങളെ ഇദ്ഗാം ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്. ഒരക്ഷരത്തെ മറ്റൊരക്ഷരത്തിലേക്ക് ചേർത്തി ശബ്ദ ചെയ്ത് ഒരക്ഷരമായി ഉച്ചരിക്കുന്നതിനാണ് ഇദ്ഗാം എന്ന് പറയുന്നത്. എക്സാമിൽ ഇദ്ഗാം എന്നാൽ എന്തെന്ന് ചോദിക്കും. അപ്പോൾ കൂട്ടുകാർ എഴുതണം. മഖ്റജ്, സിഫത്ത് എന്നിവ പരിഗണിച്ച് അക്ഷരങ്ങളെ 3ആയി തിരിക്കാം. വഖദ് ദഖലു ഇദ്ഹബ് ബികിതാബി പോലെ ഒരേപോലെയുള്ള 2 അക്ഷരങ്ങൾക്ക് മുത്തമാസിലാനി എന്നും ഇല്ലലമു യൽഹദ്ദാലിക പോലെ ഒരേ മഖ്റജിൽ നിന്ന് വരികയും സിഫത്ത് വ്യത്യാസപ്പെടുകയും ചെയ്ത അക്ഷരങ്ങൾക്ക് മുത്തജാനിസാനി എന്നും പറയുന്നു. ഈ 2 ഇനത്തിലുമുള്ള അക്ഷരങ്ങളിൽ ആദ്യത്തേത് സുക്കൂനുള്ളതും രണ്ടാമത്തേത് ഹർക്കത്തുള്ളതുമായാൽ ഇദ്ഗാം ചെയ്യൽ നിർബന്ധമാണ്. മുത്തജാനിസാനിക്ക് കുറച്ച് ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. ആദ്യത്തത്, ഇവിടെ ദാലിനെ തായിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു. വഖത്തബയ്യന. അടുത്ത ഉദാഹരണം, തായിനെ തായിലേക്ക് ഇദ്ഗാം ചെയ്യുന്നത്. വദ്ദത് ത്വാഇഫത്തുൻ. അടുത്ത ഉദാഹരണം, ഇവിടെ തായിനെ ദാലിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു. അസ്കലത് ദഅവല്ലാഹ്. അടുത്ത ഉദാഹരണം, ത്വായിനെ തായിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു. ലഇംബസത്ത. അടുത്ത ഉദാഹരണം, ഇവിടെ ബായിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു. ഇർകം മഅനാ. ദാലിനെ ലായിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു. ഇല്ലലമു ഇല്ലലംതും. സായിനെ ദാലിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു. യൽഹദ്ദാലിക. ബർ റബ്ബുക്കും അലം നഖ്ലുക്കും പോലെ മഖ്റജ് അടുക്കുകയോ കൂടുതൽ സിഫത്തുകളിൽ യോജിക്കുകയോ ചെയ്യുന്ന അക്ഷരങ്ങൾക്ക് മുത്തഖാരിബാനി എന്ന് പറയുന്നു. ഖാഫ് കാഫിലേക്കും ലാം റായിലേക്കും മാത്രമേ മുത്തഖാരിബാനിയായ അക്ഷരങ്ങളിൽ നമ്മുടെ ഖിറാഅത്തിൽ ഇദ്ഗാം ചെയ്തിട്ടുള്ളൂ. ഖാലൂ വഹും അല്ലദീ യുവസ്വിസു പോലെ മുത്തമാസിലാനിയിൽ ആദ്യാക്ഷരം മദ്ദക്ഷരമാവുകയോ ഫസ്ഫഹ് അൻഹും പോലെ മുത്തജാനിസാനിയിൽ ആദ്യത്തേത് ഹൽക്കിൻ്റെ ഹർഫാവുകയോ ചെയ്താൽ ഇദ്ഗാം ചെയ്യുന്നതല്ല. ഈ പാഠം കൂട്ടുകാർക്ക് മനസ്സിലാകില്ലേ? നമുക്കിനി ഈ പാഠത്തിൻ്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൽ 1ാമത്തെ പ്രവർത്തനം, നക്തുബു കമാ ഫിൽ മിസാൽ. ഉദാഹരണത്തിൽ കൊടുത്തതുപോലെ ബാക്കിയുള്ളത് എഴുതണം. ഉദാഹരണം നോക്കൂ. വഖത്തബയ്യന. ഇവിടെ നാം എന്താണ് ചെയ്തത്? അതെ, ദാലിനെ തായിൽ ഇദ്ഗാം ചെയ്തു. ഈ പാഠത്തിൽ പഠിച്ച ഏതാനും ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. നാം ചെയ്യേണ്ടത് ഏതക്ഷരത്തോടെയാണ് ഇദ്ഗാം ചെയ്തത് അത് മനസ്സിലാക്കി എഴുതിയാൽ മതി. രണ്ടാമത്തത്, വദ്ദത് ത്വാഇഫത്തുൻ. ഇവിടെ തായിനെ ത്വായിൽ ഇദ്ഗാം ചെയ്തു. 3, ഇർകം മഅനാ. ബായിനെ മീമിൽ ഇദ്ഗാം ചെയ്തു. 4, അസ്കലത് ദഅവല്ലാഹ്.
താഇനെ ദാലിൽ ഇദ്ഗാം ചെയ്തു. 5. ലഇം ബസത്ത ത്വാഇനെ തായിൽ ഇദ്ഗാം ചെയ്തു. 6. ഇല്ലലമു ദാലിനെ ളായിൽ ഇദ്ഗാം ചെയ്തു. 7. യൽഹദ്ദാലിക സാഇനെ ദാലിൽ ഇദ്ഗാം ചെയ്തു. തദ്രീബാത്തിൽ രണ്ടാമത്തെ പ്രവർത്തനം മുജീബ്. അതിൽ ഒന്നാമത്തെ ചോദ്യം, ഇദ്ഗാം എന്നാൽ എന്ത്? ഉത്തരം: ഒരക്ഷരത്തെ മറ്റൊരക്ഷരത്തിലേക്ക് ചേർത്തി ശബ്ദ ചെയ്ത് ഒരക്ഷരമായി ഉച്ചരിക്കുന്നതിനെയാണ് ഇദ്ഗാം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം, മുതമാസിലാനി എന്നാൽ എന്ത്? ഉത്തരം: വഖദ് ദഖലു ഇദ്ഹബ് ബികിതാബി പോലെ ഒരേപോലെയുള്ള രണ്ടക്ഷരങ്ങൾക്കാണ് മുതമാസിലാനി എന്ന് പറയുന്നത്. ഉദാഹരണം: ദാലിനെ ദാലിലേക്ക്, ബായിനെ ബായിലേക്ക്. അടുത്ത പേജ് നോക്കൂ. 3. മുതജാനിസാനി എന്നാൽ എന്ത്? ഉത്തരം: ഇല്ലലമു യൽഹദ്ദാലിക പോലെ ഒരേ മഖ്റജിൽ നിന്ന് വരികയും സിഫത്ത് വ്യത്യാസപ്പെടുകയും ചെയ്ത അക്ഷരങ്ങൾക്ക് മുതജാനിസാനി എന്ന് പറയുന്നു. ഉദാഹരണം: ദാലിനെ ലായിലേക്ക്, സായിനെ ദാലിലേക്ക്. 4. മുതഖാരിബാനി എന്നാൽ എന്ത്? ഉത്തരം: ബർറബ്ബുക്കും അലം നഖ്ലുക്കും പോലെ മഖ്റജ് അടുക്കുകയോ കൂടുതൽ സിഫത്തുകളിൽ യോജിക്കുകയോ ചെയ്യുന്ന അക്ഷരങ്ങൾക്കാണ് മുതഖാരിബാനി എന്ന് പറയുന്നത്. ഉദാഹരണം: ഖാഫിനെ കാഫിലേക്ക്, ലാമിനെ റായിലേക്ക്. 5. ചോദ്യം, മുതമാസിലാനിയിൽ ആദ്യാക്ഷരത്തെ ഇദ്ഗാം ചെയ്യില്ല. എപ്പോൾ? ഉത്തരം: ഖാലൂ വഹും അല്ലദീ യുവസ്വിസു പോലെ മുതമാസിലാനിയിൽ ആദ്യാക്ഷരം മദ്യക്ഷരമാവുമ്പോൾ. 6. ചോദ്യം, മുതജാനിസാനിയിൽ ആദ്യാക്ഷരത്തെ ഇദ്ഗാം ചെയ്യില്ല. എപ്പോൾ? ഉത്തരം: ഫസ്ഫഹ് അൻഹും പോലെ മുതജാനിസാനിയിൽ ആദ്യത്തേത് ഹൽക്കിന്റെ അക്ഷരമാവുമ്പോൾ. തദ്രീബാത്തിൽ 3. പ്രവർത്തനം നക്തശ്ഫു മിനൽ ഖുർആനി അംസിലത ഇദ്ഗാമിൽ മുതമാസിലൈനി വൽ മുതജാനിസൈനി വൽ മുതഖാരിബൈനി. ഖുർആനിൽ നിന്ന് ഇദ്ഗാമുൽ മുതമാസിലൈനി, ഇദ്ഗാമുൽ മുതജാനിസൈനി, ഇദ്ഗാമുൽ മുതഖാരിബൈനി ഇവയ്ക്കെല്ലാം ഉദാഹരണങ്ങൾ കണ്ടെത്തണം. അപ്പോൾ നമുക്ക് കണ്ടെത്തിയത് നോക്കാം. ആദ്യം ഇദ്ഗാമു മുതമാസിലൈനി. 1. ഇദാ ത്വലഅത് തസാവറു. 2. ഫമാ റബിഹത് തിജാറത്തുഹും. 3. ഇദ്ദഹബ യുദ്രീക്കും. 4. വഖദ് ദഖലു. 5. ഇദ്ഹബ് ബികിതാബി. 6. ഖുൽ ലാ. 7. ഫലാ യുസ്രിഫ് ഫിൽ ഖത്ൽ. 8. ജാഅതുകും മൗഇള. അടുത്തത് ഇദ്ഗാമുൽ മുതജാനിസൈനി. അതൊക്കെ ഉദാഹരണങ്ങൾ നോക്കാം. 1. ഖദ് തബയ്യന. 2. വദ്ദത് ത്വാഇഫത്തുൻ. 3. ഇല്ലലംതും. 4. ഉജീബത് ദഅവതുകുമാ. 5. യൽഹദ്ദാലിക. 6. വഇൻ അറത്തും. 7. ഇർകം മഅന. 8. ഫആമനത് ത്വാഇഫത്തുൻ. 9. അസ്കലത് ദഅവല്ലാ. 10. ലഇം ബസത്ത. ഇനി ഇദ്ഗാമുൽ മുതഖാരിബൈനിക്ക് ഉദാഹരണങ്ങൾ നോക്കാം. 1. ഖുർ റബ്ബി. 2. ബർറഫഅഹു. 3. ബർറബ്ബുക്കും. 4. അലം നഖ്ലുക്കും. തദ്രീബാത്തിൽ 4. പ്രവർത്തനം തഖ്സീസ്. അതിൽ 1. നഖ്റഉ സൂറത്ത് തൗബ. സൂറത്ത് തൗബ പാരായണം ചെയ്യണം. 27 മുതൽ 72 വരെ. മുറാഅത്തി ഖവാഇദി തജ്വീദ്. തജ്വീദ് നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യണം. കൂട്ടുകാരെല്ലാവരും സൂറത്ത് തൗബ എടുത്തില്ലേ?
ഖുർആനിൽ 9-ാമത്തെ സൂറത്താണിത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ബിസ്മി ഓതാൻ പാടില്ലാത്ത സൂറത്തുമാണിത്. ഇതിൽ 27-ാമത്തെ ആയത്ത് സുമ്മയതൂബുല്ലാഹു ഇത് മുതൽ 72-ാമത്തെ ആയത്ത് വഅദല്ലാഹുൽ മുഅ്മിനീന എന്ന് തുടങ്ങുന്ന ആയത്താണ്. 27 മുതൽ 72 വരെ കൂട്ടുകാർ തജ്വീദ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യുക. തഖ്സീസിൽ രണ്ടാമത്തത് നഹ്ഫൽ ഹിഫ്ലാക്കാനുള്ളതാണ്. സൂറത്തുൽ കാഫിറൂൻ, സൂറത്തുൽ നസർ, സൂറത്തുൽ മസദ്, പിന്നെ സൂറത്തുൽ മുൽക്ക് 17 മുതൽ 23 വരെ. സൂറത്തുൽ കാഫിറൂൻ ഖുർആനിൽ 109-ാമത്തെ സൂറത്താണിത്. സൂറത്തുൽ നസർ 110-ാമത്തെ സൂറത്ത്, പിന്നെ സൂറത്തുൽ മസദ് 111-ാമത്തെ സൂറത്ത്. ഈ സൂറത്തുകളെല്ലാം കൂട്ടുകാർ ഹിഫ്ലാക്കുക. ഇനി കൂട്ടുകാർ എല്ലാവരും സൂറത്തുൽ മുൽക്ക് എടുത്തില്ലേ? ഖുർആനിൽ 67-ാമത്തെ സൂറത്താണിത്. ഈ സൂറത്തിൽ 17-ാമത്തെ ആയത്ത് അം അമിൻതും മൻ ഫിസ് സമായി എന്ന് തുടങ്ങുന്ന ആയത്താണ്. ഇത് മുതൽ 23-ാമത്തെ ആയത്ത് ഖുൽ ഹുവല്ലസീ അൻശഅകും എന്ന് തുടങ്ങുന്ന ആയത്താണ്. 17 മുതൽ 23 വരെ കൂട്ടുകാർ ഹിഫ്ലാക്കുക. ഈ പാഠം കൂട്ടുകാർക്ക് മനസ്സിലാകില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.